വി എസ് എന്ന നേതാവെന്നും ജനമനസ്സുകളിൽ ജീവിക്കും. കാരണം അദ്ദേഹത്തിന്റെ പെരുമാറ്റവും അദ്ദേഹത്തിന്റെ സ്വീകാര്യതയും തന്നെയാണ് അതിന്റെ കാരണം. 2015 ഓഗസ്റ്റ് 5 തുടങ്ങിയ ഒരു സമരത്തിലേക്ക് സെപ്റ്റംബർ 13 അദ്ദേഹം എത്തുന്നു. മൂന്നാർ ടൗണിൽ ജനങ്ങളിലേക്ക് അദ്ദേഹം ഇറങ്ങി നടന്നു. ആ കാഴ്ച നമുക്ക് ഒരാൾക്കും മറക്കാൻ കഴിയുന്ന ഒന്നല്ല. ശമ്പളവും ബോണസും വർദ്ധിപ്പിക്കാൻ വനിതാ തോട്ടം തൊഴിലാളികൾ ദേശീയപാതയിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. പെമ്പിളെ ഒരുമൈ എന്ന സമരം. തൊഴിലാളികൾക്കിടയിൽ അവരു നൽകിയ കസേരയിൽ ഇരുന്ന് സമരഭാഗമായി അന്ന് ഇരുന്നു. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് കമ്പനി അധികൃതരുമായി നടത്തിയ ചർച്ച, അതും അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. അതായത് അന്ന് വി എസ് പ്രതിപക്ഷത്താണ്, പ്രതിപക്ഷ നേതാവാണ്, ജനങ്ങൾക്കിടയിൽ അദ്ദേഹം ജീവിക്കുന്നു. അങ്ങനെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കമ്പനിയുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് വൈകിട്ട് ശമ്പളവും ബോണസും വർദ്ധിപ്പിച്ച പ്രഖ്യാപനമുണ്ടായി. ഇതിന് ശേഷമാണ് വി എസ് മൂന്നാറിൽ നിന്നും മടങ്ങിയത്. അതുകൊണ്ടാണ് വി എസ് ജനങ്ങളിലെ നേതാവാകുന്നത്. ഉമ്മൻചാണ്ടിയെയും വി എസിനെയും ഒരു മലയാളി ഒരിക്കലും മറക്കില്ല. കാരണം അങ്ങനെ രണ്ട് പ്രസ്ഥാനങ്ങൾ നമ്മുടെ മുഖ്യമന്ത്രിമാരായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞു. അതുതന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഇവിടെയാണ് ഇന്ന് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യനും അന്നത്തെ പ്രതിപക്ഷ നേതാവും വ്യത്യസ്തനാവുന്നത്. പ്രതിപക്ഷവും അന്നത്തെ പ്രതിപക്ഷത്തെയും ഇന്നത്തെ മുഖ്യമന്ത്രിയെയും ഒന്നിച്ചു പറയാൻ കാരണം ഒരേ പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്രങ്ങൾ പഠിച്ചു വന്ന നേതാക്കളായതുകൊണ്ടാണ്. സ്ത്രീപക്ഷത്തുള്ള നേതാവും സ്ത്രീകളെ മാസങ്ങളോളം തെരുവിൽ കിടത്തിയ നേതാവും തമ്മിൽ ഒരുപാട് അകലമുണ്ട്. ഈ തെരുവിൽ കിടത്തിയ നേതാവ് ആര് എന്ന് ഞാൻ പറയുന്നില്ല. ഒരു പ്രസ്ഥാനത്തിൻ്റെത് തന്നെ വന്ന നെടുന്തൂണുകളായി മാറിയ രണ്ട് മുഖ്യമന്ത്രിമാർ. പക്ഷെ ഇപ്പോൾ സ്ഥിതി വളരെ മോശമാണ്. അതായത് സ്ത്രീകളെ തെരുവിൽ കിടത്തിയ മുഖ്യമന്ത്രിയും സ്ത്രീകൾക്കിടയിൽ നിന്ന് അവരുടെ ശക്തി കാണിക്കാൻ അവരിൽ ഒരാളായി പോരാടിയ പ്രതിപക്ഷ നേതാവും ഒരു പ്രസ്ഥാനത്തിൻ്റെത്. ഇവിടെയാണ് വി എസ് എന്ന നേതാവ് ജനകീയനാകുന്നത്, വി എസ് എന്ന സഖാവ് സ്വീകാര്യനാകുന്നത്.